ഇന്ന് വീട്ടിൽ കുറച്ചധികം പൂവുണ്ടായിരുന്നേ, അതെല്ലാം എടുത്തൊരു മാല ഉണ്ടാക്കി നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാനാണ് കേട്ടോ, പൊങ്കാലയുടെ ആവശ്യത്തിനായിട്ട്. ആദ്യം ഞാൻ കിട്ടിയപ്പോൾ എല്ലാം മുറിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കോർത്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നല്ലൊരു മാല ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു അടുത്ത പണി. കഴക്കൂട്ടത്തുകൊണ്ട് മാങ്ങയെല്ലാം പഴുക്കാൻ തുടങ്ങി. കൈയടഞ്ഞ് അതൊന്ന് അച്ചാർ. നേരത്തെ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ സബ്സ്ക്രൈബ് ചോദിച്ചു, നെല്ലെണ്ണ ചേർത്തില്ലെങ്കിൽ മാങ്ങ കേടായി പോകില്ലേ എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. നനവുള്ള സ്പൂണൊന്നും ഉപയോഗിക്കാതിരുന്നാൽ അച്ചാർ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അച്ചാർ എന്തായാലും ഞാൻ നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ സാധനങ്ങളും ചൂടാക്കിയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം ഉപ്പാണ് ചൂടാക്കിയത്. ആശീർവാദിൻ്റെ ഉപ്പാണെങ്കിൽ പോലും അത് 1-2 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാണ് മാങ്ങയിൽ ചേർത്ത് കൊടുത്തത്. നോക്കിയപ്പോൾ ഉലുവപ്പൊടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉലുവ മുഴുവനായിട്ടും അങ്ങ് വറുത്തെടുത്തു. കുറച്ച് പൊടിച്ച് മാങ്ങയിൽ ചേർത്ത് ബാക്കി നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ കടുക് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തു. കായം മാത്രം പൊടിക്കായമാണ് ചേർത്തത് കേട്ടോ. ഇന്ന് കട്ടക്കായം എടുത്തില്ല. അതാണ് എടുക്കുന്നതെങ്കിൽ നല്ലെണ്ണയിൽ വറുത്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നു. ഞാൻ സാധാരണ വിനാഗിരി ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ മാങ്ങ തറയിൽ വീണപ്പോൾ ഒന്ന് ചതഞ്ഞു പോയി. അപ്പം പെട്ടെന്നൊക്കെ ഒന്ന് കേടായാലോ എന്ന് പേടിച്ചിട്ട് ഒരു 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ലാസ്റ്റിൽ അല്പം നല്ലെണ്ണയും കൂടെ ചൂടാക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ നല്ല കുഴഞ്ഞ പരുവത്തിലിരിപ്പുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലാക്കി വയ്ക്കാം. ഞാനിവിടെ 2 കുപ്പിയിലാണ് എടുത്ത് വയ്ക്കുന്നത്. ഒന്ന് വലിയ കുപ്പിയിൽ, ഒന്ന് ചെറിയ കുപ്പിയിൽ. അപ്പം വലിയ കുപ്പിയിലത് അവിടെ തന്നെ ഇരിക്കും. ചെറിയ കുപ്പിയിലത് നമുക്കിപ്പോൾ ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇനി അടുത്ത പൊങ്കാല വിശേഷങ്ങളും മറ്റ് വിശേഷങ്ങളുമായിട്ടൊക്കെ ഇനി വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.